തിരുമേനി പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഏത് നിമിഷവും വീണു പോവാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. വീണ്ടും അങ്ങോട്ട് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. അമ്മേ, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. തിരുമേനി, ഞങ്ങളുടെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്ക് വലുതല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. അല്ല, ആ കുട്ടി ഇപ്പൊ തന്നെ ആകെ മരവിച്ചിരിക്കുക. ഇനി ഞാൻ എന്താ പറയുക? തിരുമേനി, ഇതിന് എന്താ ഒരു പരിഹാരം? അതൊന്ന് പറയാമോ? പറയാം. ആശ്രമത്തിൽ ഞാൻ ചില പ്രത്യേക രണ്ടിടത്തായി, 2 മുറിയിലോ 2 ഭാഗങ്ങളിലോ ആയി വേണം അടുത്ത പൗർണമി വരെ കഴിയാൻ. ലളിതമായി സസ്യാഹാരം മാത്രം കഴിക്കുക, ഭഗവത് കാര്യങ്ങളിൽ മാത്രം മുഴുകുക, യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വീട്ടിൽ കഴിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടതെന്നും ഏത് മന്ത്രങ്ങളാണ് ഉരുവിടേണ്ടതെന്നും ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഗൗരിമോളെ, ഗൗരിമോൾ എന്തേടി? എന്താ വിളിച്ചത്? ഗൗരിമോളെന്നോ? ആ, ഗൗരിമോളേന്ന്. എന്താ? അയ്യ, യഥാർത്ഥ മോൾ ഇങ്ങനെ താടി പോലെ നിൽക്കുമ്പോ ഒരു ഗൗരിമോള്. ഉമ്മ മോളെ നീ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? നിന്നെ വിളിക്കേണ്ട സമയത്തൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ, ഗൗരിമോളാ എന്റെ മൂത്ത മോള്. ഗൗരിമോള് കഴിഞ്ഞിട്ട് നിന്നെ പരിഗണിക്കൂ. ചേടാ, മനുഷ്യന്റെ ഒരു മാറ്റങ്ങളെ. കുറച്ചു കാലം മുമ്പ് വരെ പാവം ഗൗരി ചേച്ചിയെ. മതി മതി, പഴയ കാര്യങ്ങളൊന്നും ഇനി പറയണ്ട. അല്ല, ഇവള് പറയട്ടെ. മുമ്പ് ഗൗരിയെ ഞാൻ വിഷമിപ്പിച്ചു, അതല്ലേ പറയാൻ പോകുന്നത്. ഏതു മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് വലിയ ആനക്കാര്യൊന്നുമല്ല. ദേഷ്യം വന്നാലേ ഇനി ഞാൻ ചിലപ്പോ വഴക്ക് പറയും. നമ്മളെ പായസം തിരുമേനി വന്നത് പ്രമാണിച്ച് വെച്ചതാ. അവിടെ എല്ലാം കഴിഞ്ഞു അമ്മേ. തിരുമേനി പോയോ? തിരുമേനി പോയി, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ലടാ. എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ എന്തോ അർത്ഥം വെച്ച് പറയും പോലെയാണല്ലോ. എന്താ അമ്മേ കാര്യം? ഒരുപാട് പറയാനുണ്ട്, ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇപ്പതേ പായസം തരാൻ വേണ്ടി വന്നതാ. ഞാൻ പോട്ടെ. അമ്മേ,
ബ്രഹ്മദത്തൻ തിരുമേനി എന്താ പറഞ്ഞത്? അതൊന്ന് പറഞ്ഞിട്ട് പോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവികമ്മളുടെ ജാതകത്തിലെ ഒരുപാട് ദോഷങ്ങളുണ്ടത്രേ. ദേവികമ്മളും നന്ദമോനും ഒരിക്കലും ചേരാൻ പാടില്ലായിരുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് അവര് പിരിഞ്ഞു താമസിക്കുന്ന പോലെ ആ വീട്ടിൽ കഴിയണോന്നു. ഒരുപാട് വ്രതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, എന്തായി കേൾക്കുന്നത്? വിധിയെ തടയാൻ പറ്റില്ലല്ലോ മോളെ. നന്ദൻ ഇതിനൊക്കെ സമ്മതിച്ചോ അമ്മേ? നന്ദമോൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ദേവികമോൾ ഉറച്ചു നിൽക്കുക, തിരുമേനി പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യാന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്രയായി, ഇനിയാണോ നാളും പൊരുത്തവും ജാതകവും ഒക്കെ നോക്കുന്നത്? ഇങ്ങനൊരു കാര്യം നോക്കാൻ ഒരിക്കലും സമ്മതിക്കരുതായിരുന്നു. നമുക്കിത് പറയാം. ഇവിടെ അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവല്ലേ. വീട്ടിൽ ഓരോ കുഴപ്പങ്ങൾ വന്നു തുടങ്ങിയാ പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ജാതകവും സമയവും ഗ്രഹനിലയും ഒക്കെ നോക്കി പോകും. ബ്രഹ്മദത്തൻ തിരുമേനി മനഃപൂർവ്വമായിട്ട് പറഞ്ഞു പേടിപ്പിച്ചതാ. ഗുരുത്വദോഷം പറയാതെടാ. തിരുമേനി ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടാ പോയത്. വളരെ നല്ലൊരു മനുഷ്യനങ്ങേര്. അല്ല, ആന്റി എന്താ പറയുന്നേ? പ്രഭക്കുഞ്ഞ് ആകെ പേടിച്ചിരിക്കുക. നന്ദുമോന്റെ ജീവന് തന്നെ ആപത്ത് വന്നേക്കുമെന്ന് ജാതകത്തെ കണ്ടു. ആകെ തകർന്നിരിക്കുക പ്രഭക്കുഞ്ഞ്. പ്രഭ ആന്റി തകരാനോ? ആന്റിക്ക് ഉള്ളില് സന്തോഷമായിരിക്കും. ഞാനവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞേനെ, ഞാനും ഗൗരിയും ജാതകം നോക്കാതെയാണ് കല്യാണം കഴിച്ചതെന്ന്. ഞങ്ങളുടെ ജാതകത്തില് എന്തൊക്കെയാ കുഴപ്പങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാ കഴിയുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേനെ. എന്തായാലും ഞാൻ നന്ദനെ ഒന്ന് കാണുന്നുണ്ട്. നോക്ക്, നീ ദേഷ്യമൊന്നും കാണിക്കരുത്. ആശ്വസിപ്പിക്കേണ്ട സമയാ ഇത്. എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ പോട്ടെ, സമയായി. അമ്മേ, അമ്മ ഓട്ടോ കയറ്, ഞാൻ അമ്മ അവിടെ ആക്കാം. പോയിട്ട് വരാം. പാവം, ദേവികേച്ചിയുടെയും നന്ദേട്ടന്റെ കാര്യം കഷ്ടമാണല്ലോ. അമ്മേ, ഇതെന്തൊക്കെയാ തിരുമേനി പറഞ്ഞത്? അമ്മ ഇതെല്ലാം സമ്മതിക്കാൻ ചെയ്തല്ലോ. തിരുമേനി പറഞ്ഞത് എന്താണെന്ന് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കേട്ടതല്ലേ. അദ്ദേഹം പറഞ്ഞത് ആദ്യം സമ്മതിച്ചത് ഞാനല്ല, ദേവികയാ. പ്രധാനപ്പെട്ടതും ഗുരുതരവുമായ കാര്യങ്ങളാ തിരുമേനി പറഞ്ഞത്. ദേവിക അത് മനസ്സിലാക്കി ഉചിതമായിട്ട് പ്രതികരിച്ചു. എന്നെ ഇതിൽ പ്രതിയാക്കണ്ട. ചോദിക്കാനുള്ളതൊക്കെ ദാ അങ്ങോട്ട് ചോദിക്കേ. നന്ദു, ബ്രഹ്മദത്തൻ തിരുമേനി പോലൊരാള് നമ്മുടെ വീട്ടിൽ വന്നത് തന്നെ വലിയൊരു ഭാഗ്യോ. അദ്ദേഹം വെറുതെ എന്തെങ്കിലും ഗണിച്ചു പറയുന്ന ആളല്ല. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തും, അത് ചൂണ്ടിക്കാണിച്ചു തരും. എനിക്കറിയാം, വ്രതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ആ പ്രയാസങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ നന്മയ്ക്കാണെന്ന് കരുതി സമാധാനിച്ചേ പറ്റൂ.
ഞാൻ എന്തായാലും അത് അംഗീകരിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാ 2 മുറി കഴിയാം, അകന്നിരിക്കാം, അടുത്തിടപഴകണ്ട, അതൊക്കെ അംഗീകരിക്കാന്ന് അല്ലേ? അതെ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ദേവിക വ്രതമെടുക്കാനും തയ്യാറായിട്ടുണ്ട്. ഇനി 100% കൃത്യതയോടെ വേണം അതൊക്കെ ചെയ്യാൻ. അതിൽ വെള്ളം ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്താ ഇവിടെ ഒരു തർക്കം? എന്താ പ്രശ്നം? ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതെല്ലാം അതേപടി അങ്ങ് ചെയ്യാൻ പോവാണെന്ന്. ആണോ അമ്മേ? ഞാനല്ല, തീരുമാനമെടുത്തത് ദേവിക. ഞാൻ നന്ദനോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ, എന്നെ ഇതിലൊന്നും പിടിച്ച് കക്ഷി ചേർക്കണ്ടെന്നു. ബ്രഹ്മദത്തൻ തിരുമേനിയെ വിളിച്ചത് ഞാൻ തന്നെയാ, സമ്മതിച്ചു. ഈ വീട്ടിലെ ചില കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമായിരുന്നു. ജാതകത്തിൽ ദോഷമുണ്ടെന്നോ അത് കണ്ടുപിടിക്കണമെന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ദേവിക്ക് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ദോഷങ്ങൾ ബാധിക്കുന്നത് കുടുംബത്തെ ആകെയാ. അത് മാറണം. അപ്പോ ഇനി അങ്ങോട്ട് ഞാൻ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നീ ഇപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ദേവികെ? ഇതെന്തു ചോദ്യോ? ഇനി അത് അവർ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യണോ, അതോ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടണോ? ബ്രഹ്മദത്തൻ തിരുമേനി നിർദ്ദേശിച്ചതൊക്കെ ദേവിക അനുസരിക്കാൻ പോവാ. നിങ്ങളായിട്ട് ഇനി അതിലിടപെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ചേച്ചി, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നന്ദു, ഇന്നു മുതൽ പൗർണമി വരെ മറ്റൊരു മുറിയിലായിരിക്കും ഞാൻ കഴിയുന്നത്. ദേവി, അത് തീർച്ചയാക്കി കഴിഞ്ഞു. നന്ദ, നിക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ സംസാരിക്കാം. ഞാൻ ആകെ ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുക. എനിക്കിപ്പോ ആരോട് സംസാരിക്കണ്ട. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? അമ്മ പറയുന്നു അമ്മയ്ക്ക് ഇതിലൊന്നും പങ്കില്ലെന്ന്. അമ്മ ഇതില് കക്ഷിയല്ലാന്നൊക്കെ. പക്ഷെ അമ്മയെ പേടിച്ചിട്ടാ ദേവിക ഇപ്പൊ ഈ വ്രതം എടുക്കാന്നൊക്കെ സമ്മതിച്ചിരിക്കുന്നത്. രജനി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ദേവിക എന്തിനാ എന്നെ പേടിക്കുന്നത്? കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് അവളെയാ പേടി. ഇത്രയും ദോഷങ്ങളുള്ള ജാതകം വെച്ച അവള് നന്ദന്റെ ഭാര്യയായത്. ഒന്ന് നിർത്തമ്മേ. ദോഷജാതകം ദോഷജാതകം. ആ പാവം പെണ്ണിനെ എല്ലാരും കൂടി കൊല്ലാക്കൊല ചെയ്യുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇതൊക്കെ സഹിക്കണമെന്ന്? നീ നിന്റെ മുറി ചെന്നിരുന്നോ? നിന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്കറിയാം. ഒരു മോളുടെ വിഷമങ്ങൾ അമ്മയാണല്ലോ ആദ്യം വേദനിപ്പിക്കുന്നത്. ആ കാര്യങ്ങളും മതി മതി, നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്ത പൗർണമി നാളുവരെ
നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയാൻ പാടില്ല. ശാരി, ചേച്ചി വിളിച്ചോ? ഇല്ലമ്മേ, പൂജയുടെ തിരക്കിലോ മറ്റോ ആവും. പൂജ കഴിഞ്ഞിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്? അതൊന്നും നോക്കണ്ട. ജാതകം നോക്കലും പൂജയൊക്കെ കഴിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും ദോഷാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിനി അവൾ വിളിക്കില്ല. അതെങ്ങനെയാ? 10ൽ 10 പൊരുത്തവും നല്ല അസല് ജാതകം എന്നല്ലേ അമ്മ പറഞ്ഞേ? പിന്നെങ്ങനെയാ ചേച്ചിക്ക് ദോഷം വരുന്നേ? അല്ലടി, നന്ദന്റെ അമ്മയല്ലേ ആള്. എന്തേലും പറഞ്ഞ് ദേവിമോളെ വഴക്കു പറയോ മറ്റോ ചെയ്തോന്നൊരു പേടി. നീ ഒന്ന് വിളിക്ക. ചേച്ചി എന്താ ഫോൺ കട്ട് ചെയ്ത്? നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്താടി? പൂജയൊക്കെ കഴിഞ്ഞു ചേച്ചി? ബ്രഹ്മദത്തൻ തിരുമേനി പോയോ? പൂജ കഴിഞ്ഞു മോളെ. തിരുമേനി പോയി. മോളെ, ജാതകം നോക്കിയിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? മോളെ, അച്ഛൻ വന്നു അമ്മേ? ഇല്ല. നീ ചോദിക്കുന്നതിന് ഉത്തരം പറ. ജാതകം പരിശോധിച്ചിട്ട് തിരുമേനി എന്താ പറഞ്ഞത്? മോളെ, എന്താ കാര്യം? എന്താ ചേച്ചി? മോളെ, ദേ അച്ഛൻ വന്നു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് മാധവേട്ട. നമുക്ക് മോളുടെ അടുത്തേക്കൊന്ന് പോവാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് ആരും വരണ്ട. പിന്നെ എന്തിനാ നീ കരയുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നന്ദന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? എന്താ ചേച്ചി കാര്യം പറ. ഒരു ദോഷം പിടിച്ച ജന്മമായി പോയമ്മേ ഞാൻ. ഞാൻ കാരണം ഇവിടെ എല്ലാവരും വിഷമിക്കുക. വന്നു കയറി അന്ന് മുതൽ ഈ വീടിന് ദോഷങ്ങളാ. കാര്യം എന്താന്ന് പറ നീ. തിരുമേനി ജാതകം പരിശോധിച്ചു. എന്റെ നന്ദുന്റെയും ജാതകങ്ങൾ ഒരിക്കലും ചേരാൻ പാടില്ലായിരുന്നു എന്നാ പറഞ്ഞത്. എന്റെ ജാതകത്തില് ഒരുപാട് ദോഷങ്ങൾ കണ്ടു. ഞാൻ കാരണം ഈ കുടുംബത്തിന് ദോഷങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നത്തിൽ കണ്ടത്. മരണം വരെ ഉണ്ടാവുന്ന പറഞ്ഞ് പ്രശ്ന പരിഹാരത്തിന് കുറെ പൂജകളും വ്രതങ്ങളും ഒക്കെ പറഞ്ഞു. എന്ത് വ്രതങ്ങൾ? അതൊക്കെ പിന്നെ പറയാമ്മ. മോളെ, ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം. ശരി അച്ഛ, ഞാൻ പിന്നീട് വിളിക്കാം. അവിടെ ചേച്ചിക്കെതിരെ എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എല്ലാം കൊണ്ട് ചേരുന്ന ജാതകം എങ്ങനെയാ പെട്ടെന്ന് മാറിയത്?
അച്ഛാ, ഈ ബ്രഹ്മദത്തൻ തിരുമേനി ആളൊരു ഫ്രോഡാണോ? മോളെ അങ്ങനെയൊന്നും പറയരുത്. തിരുമേനി ഗ്രഹനില വെച്ച് പറഞ്ഞിട്ടുള്ളതല്ല അച്ചട്ടാ. ദേ, വിശേഷ പൂജകളോ വഴിപാടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിക്കാതെ അത് ചെയ്യണം. മറ്റാരും കാണാത്ത എന്തെങ്കിലും ദോഷം മക്കളുടെ ജാതകത്തിലുണ്ട്. കളവ് ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ആളാ ബ്രഹ്മദത്തൻ തിരുമേനി. എല്ലാം ഒരു നിമിത്തം പോലെ തോന്നുക. മാധവേട്ടൻ എവിടെ പോയതാ? കാണാൻ പോയ ആളെ കണ്ടോ അച്ഛാ? കണ്ടു. ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ മനസ്സിൽ കണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു. മാധവേട്ടൻ ആരെ കാണാനാ പോയത്? പറയാം, വിശദമായി പറയേണ്ടതുണ്ട്. ഇപ്പൊ കുളിച്ച് സന്ധ്യാപൂജയ്ക്ക് കയറട്ടെ. നമ്മുടെ ദേവിയമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ചേച്ചിക്ക് വേണ്ടി മോള് കരിക്കാൻ ക്ഷേത്രത്തിൽ പൊങ്കാലയിടണം. നല്ലതേ വരൂ. അമ്മ പേടിക്കൊന്നും വേണ്ട.